പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഈസ്റ്റർ അനന്തര മറ്റൊരാരാധന കൂടി നമുക്ക് ദൈവം നൽകിയ വലിയ കരുണയും കൃപയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈസ്റ്ററിന് ശേഷമുള്ള രണ്ടാമത്തെ ആഴ്ചയിൽ നാം വായിച്ചു കേട്ട വിവിധ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭ ചർച്ച് സൗത്ത് ഇന്ത്യ ആഗോള വ്യാപകമായി ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഐഡൻറ്റിഫൈയിങ് റിസൺ ലോർഡ് ഇൻ ദ വർക്ക് പ്ലേസ്. നമ്മുടെ തൊഴിലിടങ്ങളിൽ ഉയർത്ത കർത്താവിനെ അഭിമുഖീകരിക്കുക, തിരിച്ചറിയുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ആർക്കും ഒന്നിനും സമയമില്ലാത്ത ഒരു കാലമാണ്. പ്രിവിലേജുകൾ കൂടുന്തോറും നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കുറയുന്നൊരു കാലമാണ്. എന്നാൽ ഈ ജോലി തിരക്കുകളുടെ ഇടയിലും ജീവിതത്തിൻ്റെ അത്തരം പ്രതിസന്ധികളുടെ ഇടയിലും ചിലത് നാം കാണാതെ പോകരുത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വേദചിന്തയും ഒരു ചിന്ത വിഷയവുമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയം ഉയർത്തുന്ന ആദ്യ ചോദ്യം, നമ്മുടെ ജോലി ഇടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ നമുക്ക് ഉയർത്ത കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉയർത്ത കർത്താവിന് എന്താണ് നമ്മുടെ തൊഴിലിടങ്ങളിലുള്ള പ്രസക്തി, പ്രാധാന്യം? ഇത് തിരിച്ചറിയേണ്ടത് ഈ വിഷയത്തെ ബന്ധപ്പെടുത്തിയുള്ള പഠനത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ ധരിക്കുകയാണ്. ഈ വിഷയവുമായി ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ആശയം, അത് പലരുടെയും ആശയമാണെങ്കിലും എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു വിഷയമാണ് റെക്കഗ്നൈസിങ് ദ റിസൺ ക്രൈസ്റ്റ് ഓർ ദ ഡിവൈൻ ഇൻ our ordinary settings. നമ്മുടെ സാധാരണ ജീവിതത്തിലും സാധാരണക്കാരിലും ഉയർത്ത കർത്താവിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ തലത്തെ തിരിച്ചറിയാൻ കഴിയുക എന്നൊരു ചിന്ത. സ്വാഭാവികമായും ഉയർപ്പ് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു മിറാക്കുലസ് ഇവൻ്റാണ്. ഇത്രയും അത്ഭുതപൂർവമായ ഒരു വസ്തുത ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഈ ഉയർപ്പ് അതിന് സാക്ഷികളായവരുടെ വായുമഴിയിലൂടെ കേട്ടവരുടെയും ജീവിതത്തെ ഇളക്കി മറിച്ചു എന്നുള്ളതാണ്. മറിയ ഈ വാർത്ത കേട്ടു. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് മറ്റാരുമല്ല, വേശ്യാസ്ത്രീയായിരുന്ന മഗ്ദലക്കാരി മറിയ, അവളിലൂടെ ലഭിച്ച ഈ ആവേശ വർത്തമാനം, ഈ അനുഗ്രഹ വർത്തമാനം പത്രോസ് വഴിയായും മറ്റ് ശിഷ്യന്മാർ വഴിയായും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുകയുണ്ടായി. എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ ഇടയിൽ കർത്താവ് ഇടപെട്ട് ആ തിരിച്ചറിവ് അവരെ ജെറുസലേമിലേക്ക് മടക്കി വരുത്തുകയും അവിടെ നിന്നും ആരംഭിച്ച യാത്ര ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് സുവിശേഷ ദർശനവുമായി പോകുവാനൊക്കെ കാരണമായി എന്ന് നമുക്കറിയാം. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഈ അഭിമുഖമാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചത്. നാം ഇന്ന് ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ 206 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉയർപ്പിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തോമസ് നോട്ടൻ എന്ന ഒരു വ്യക്തിക്കുണ്ടായ വലിയ ക്രൈസ്തവ ആവേശമാണ് ഇന്ന് ഈ മഹായിടവയുടെ ഭാഗമായി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള 450ഓളം ദേവാലയങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായത് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി നാം ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഈ ഉയർപ്പിൻ്റെ സാക്ഷികൾ ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും ചില നവീകരണ താല്പര്യങ്ങളും ലക്ഷ്യവുമൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുക. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഭാഷയിൽ അതിൽ ഒരുവനായ ക്ലിയോപ്പാവിൻ്റെ വർത്തമാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ക്ലിയോപ്പാവ് പറഞ്ഞൊരു വാചകമുണ്ട്, our hearts burn within us with the fire of hope.
യേശു അവരുമായി സംസാരിച്ചപ്പോൾ ഹൃദയത്തിനകത്തൊരു തീജ്വാലയുടെ അനുഭവം ഉണ്ടായി എന്ന് ക്ലയോപ്പാവ് സാക്ഷിക്കുമ്പോൾ ആ സാക്ഷ്യമാണ് ഒരു പക്ഷേ ഉയർത്ത കർത്താവിൻ്റെ സത്യത്തെ അറിഞ്ഞവർക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഉയർത്ത കർത്താവിൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിച്ചതും അവൻ പകർന്നതുമായ അതിനെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു ബോധ്യമാണ് ഒരുപക്ഷെ ഈ ഈസ്റ്റർ അനന്തര ഓർമ്മ ദിവസങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത് എന്നോർപ്പിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ യേശുവിൻ്റെ വിയോഗശേഷം ശിഷ്യന്മാർ പലയിടങ്ങളിൽ കൂടി കഴിഞ്ഞ ആഴ്ചകൾ വായിച്ചു. അത് എല്ലാ വർഷവും വായിക്കുന്നതാണ്. ആദ്യം വന്നപ്പോൾ തോമസ് ഉണ്ടായിരുന്നില്ല, ഭയമായിരുന്നു തോമസിൻ്റെ പ്രശ്നം. അവസാനം തോമസ് വന്ന സമയത്ത് തോമസ് ഇരുന്ന ഇടം കതകടച്ചുരുക്കിയായി. അവിടേക്ക് യേശുതമ്പുരാൻ കടന്നു വന്നിട്ട് അവനോട് ആദ്യം സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, പീസ് ബി വിത്ത് യു, സമാധാനം നിനക്കുണ്ടാകട്ടെ എന്നാണ്. അതിൻ്റെ അർത്ഥം തോമസ് എന്ന മനുഷ്യന് ഈ വലിയ ഉയർപ്പിൻ്റെ സത്യവുമായി ലോകത്തിലേക്ക് പോകുവാൻ തടസ്സമായി നിൽക്കുന്നത് ഒരു പക്ഷേ മറ്റൊന്നുമല്ല, അവൻ്റെ ഭയമാണ്. അതിനെ കൃത്യമായി ദൂരീകരിക്കുകയാണ് യേശു. നമുക്കറിയാമല്ലോ, ലോകത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവർ അഭിമാനം പൂർവ്വം പറയുന്നത് നമ്മൾ സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് ആണെന്നാണ്. അദ്ദേഹമാണോ വന്നത് മറ്റേതോ തോമായോ വന്നതെന്ന് എനിക്ക് പക്ഷമില്ല. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ഒരു അന്ധവിശ്വാസി ആയിരുന്നില്ല എന്നുള്ളതാണ്. അതിന് പക്വമായ ധാരാളം കാരണങ്ങളുണ്ട്. ആ തോമസ് ഏത് തോമസും ആയിക്കൊള്ളട്ടെ, ആ തോമസാണ് എങ്കിൽ നമ്മൾ ഇന്ന് പലപ്പോഴും കാട്ടുന്ന സെയിൻറ്റ് തോമസ് ക്രിസ്ത്യാനികളുടെ പല ആചാരങ്ങളും അറബിക്കടലിലേക്ക് ഒഴുക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം പറയുന്നത് ഒരു ഭയചകിതനായ തോമസ് കഥകടച്ചകത്തിരിക്കുമ്പോൾ അവനെ ആവശ്യമായിരുന്ന കർത്താവ് വന്ന് നിനക്ക് സമാധാനം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവനെ കാണാതെ ഞാനത് വിശ്വസിക്കില്ല. എന്നാൽ അകത്ത് വന്ന തോമസിനോട് യേശു പറയുന്നത്, നീ കാണുക മാത്രമൊന്നും വേണ്ട, തൽക്കാലം നീ എൻ്റെ വിരൽപ്പാടുകൾ തൊടുക എന്ന് പറയാം. പക്ഷെ അവസാനം കൺക്ലൂഷൻ പറയുന്നുണ്ട്, നീ ഇതൊക്കെ ചെയ്യുന്നുവെങ്കിലും കാണാതെ വിശ്വസിച്ചവരാണ് ഭാഗ്യവാൻ. അത് പറയുന്നതും ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം വളർത്തുന്ന സെയിൻറ്റ് തോമസ് ക്രിസ്ത്യാനിയുടെ നെഞ്ചത്തേക്ക് കയറേണ്ട സമയം അതിക്രമിച്ചു. ആ തോമസ് അല്ല, ഈ തോമസ് എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ തോമസ് പോയിടത്തും യേശുവിൻ്റെ പ്രതിമയോ മറ്റ് ശിഷ്യന്മാരുടെ പ്രതിമയോ ഒന്നും സ്ഥാപിച്ചില്ല. നിലയ്ക്കൽ വിഷയമുണ്ടായപ്പോഴും അതൊരു കുരിശിൻ്റെ പേരിലായിരുന്നു. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ തോമസ് ആണെങ്കിൽ ഇന്ന് കേരളത്തിലെ സെയിൻറ്റ് തോമസ് ക്രിസ്ത്യാനികൾ പലയിടത്തും പടുത്തുയർത്തിയിരിക്കുന്ന വൻ കപ്പേളകൾ പൊളിച്ചു കളയേണ്ട സമയം അതിക്രമിച്ചു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഏതോ തോമസ് വന്നു എന്ന് വിശ്വസിക്കുന്നതാണ് ഉചിതം. വന്ന തോമ യേശുവിൻ്റെ ശിഷ്യനായ തോമായാണെങ്കിൽ കുരിശിനപ്പുറമായി മറ്റൊന്നും ഉണ്ടാകില്ല. അതും ആ പഴയ മരക്കുരിശ് തന്നെ, നാം ഇന്ന് കാണുന്ന ഓർണമെൻ്റലായുള്ള സെൻറ്റ് തോമസ് കുരിശെന്ന് നാമകരണം ചെയ്ത അതല്ല എന്നും കൂടി ഓർക്കുന്നത് ഇപ്പോൾ ഉചിതമാണ്. ഞാൻ സൂചിപ്പിച്ചത് തോമസിൻ്റെ ഹൃദയത്തിലേക്ക് പകർന്ന ഉയർപ്പിൻ്റെ ആ സത്യമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുവാൻ കാരണഭൂതമായത്. ക്ലയോപ്പാവ് പറഞ്ഞതുപോലെ a hearts burn within us with the fire of hope. ഈ ഒരു ചിന്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മിലേക്ക് ഒരുപക്ഷെ വരേണ്ടത്. പ്രാഥമിക ചില ചിന്തകൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, തൊഴിലിടങ്ങളിൽ എങ്ങനെയാണ് ഈ ഉയർത്തവനെ നമ്മൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ തൊഴിലിടവും ഉയർത്ത ക്രിസ്തുവുമായിട്ട് എന്ത് ബന്ധമെന്നൊരു ചിന്ത നമുക്ക് കണ്ടുവന്നേക്കാം. നമ്മളെ സംബന്ധിച്ച് എല്ലാ ഇടങ്ങളും ആരാധനാ ഇടങ്ങളാണ്. എങ്ങനെയാണ് തൊഴിലിടത്തിൽ ഉയർത്ത കർത്താവിനെ നമ്മൾ കാണുക? ഉയർത്ത കർത്താവിൻ്റെ പല യോഗ്യതകളിൽ അല്ലെങ്കിൽ അദ്ദേഹം പകർന്ന സത്യസന്ദേശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ദയാപരമായ കരുണാർദ്രമായ ഇടപാടെന്ന് പറയപ്പെടും. ഇതെങ്ങനെയാണ് നമ്മുടെ തൊഴിലിടവുമായി ബന്ധപ്പെടുത്തുക? നമ്മുടെ മാസവരുമാനം, നമ്മുടെ ഫേമിൻ്റെ മാസവരുമാനം 2 ലക്ഷം, നമ്മുടെ സർവ്വ ചെലവും കഴിഞ്ഞ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ സാലറി 10,000 രൂപ,
നമ്മുടെ സർവ്വ ചെലവും കഴിഞ്ഞ്, നമ്മുടെ വീട്ടിൻ്റെ ചെലവും കഴിഞ്ഞ് ആ ഫേമിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരുമാനം 90,000 രൂപ. ഇതാണ് സാഹചര്യമെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യുവാനുണ്ടോ നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവർക്ക്? ഇത് ക്രിസ്ത്യാനിക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് നന്നായിട്ടറിയാം. എത്ര നല്ല മലയാള ഭാഷയിൽ പറഞ്ഞാലും കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകില്ല, പത്തനംതിട്ടയിലെ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകില്ല. കാരണം അത് മനസ്സിലായെങ്കിൽ നമ്മുടെ ബാങ്കുകൾ 1210 കോടി ആരിട്ടെന്നറിയാതെ ഇന്നും അന്യമായി അവശേഷിക്കില്ലായിരുന്നു. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഒരു ഫേമിൻ്റെ സർവ്വ ചിലവും കഴിഞ്ഞ് 90,000 രൂപ നിൻ്റെ കൈവശം ഇരിക്കുമ്പോൾ വീണ്ടും നിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന, രാവിലെ വന്ന് തൂത്ത് നീ പോയി കഴിഞ്ഞ് നിൻ്റെ റൂം കഴുകി ഇറങ്ങുന്ന നിൻ്റെ വേല ചെയ്യുന്ന സഹോദരനോ സഹോദരിക്കോ 10,000-ൽ നിന്നും ഒരു നാണയത്തൊട്ട് കൂട്ടാൻ നിനക്ക് മനസ്സില്ല എങ്കിൽ ഉയർത്ത കർത്താവിൻ്റെ സാന്നിധ്യം നീ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അവൻ്റെ എംപതിയും അവൻ്റെ കമ്പാഷനും അവൻ്റെ കൈൻഡ്നെസ്സും ഒക്കെ ഹൃദയത്തിലേക്ക് സന്നിവേശിച്ച ഒരു പക്ഷേ ആ ഒരു വലിയ ദൈവിക മാർഗനിർദ്ദേശത്തിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞേക്കാം. ശിഷ്യന്മാർ ഒരുമിച്ച് ഇത് ഏറ്റെടുത്തപ്പോഴാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഫലപ്രദമായ ഒരു ടീം വർക്കായിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് അത് പകരുവാൻ കാരണമായത് യേശുവിൽ ലഭിച്ച സഹാനുഭൂതിയും അവൻ്റെ കരുണയും അവൻ്റെ അനുഗോപത്തിലേക്ക് സത്തയെ ആവാഹിച്ചതുകൊണ്ടാണ്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ എല്ലാ ചെലവും കഴിഞ്ഞ്, സിമ്പിൾ മനസ്സിലാകുന്ന ഭാഷ പറയുക, എല്ലാ ചെലവും കഴിഞ്ഞ് 90,000 രൂപ കൈയിരിക്കുമ്പോൾ സ്റ്റിൽ if you are not able to increase the salary of your servant, ഞാൻ പറയും, നമ്മൾ ഒരിക്കലും യേശുവിനെ കണ്ടിട്ടില്ല, ഉയർത്ത കർത്താവിനെ കണ്ടിട്ടേ ഇല്ല. മറിച്ച് കയ്യഫാവിനെയോ ഹെരോദാവിനെയൊക്കെ കണ്ട് നമ്മൾ തൃപ്തിയടഞ്ഞ് അവരെ ഹൃദയത്തിലേക്ക് ആവേശിച്ചോ സ്വീകരിച്ചവരാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ ബിസിനസ്സിൽ ധാരാളം മോഡലുകൾ നമുക്ക് ലോകത്തുണ്ട്. അതിലൊന്നാണ് റോയ് ആൻഡേഴ്സൺ എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഇൻ്റർഫേസ് എന്നാണ്. ഇൻ്റർഫേസ്. അദ്ദേഹത്തിൻ്റെ മോട്ടോ തന്നെ സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ക്രിസ്ത്യാനിയാണ്. സസ്റ്റൈനബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ലക്ഷ്യം സീറോ വേസ്റ്റ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചിന്തയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് മോഡൽ. ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ, ലഭിക്കുന്ന സമ്പത്തിൻ്റെ നല്ലൊരു പങ്ക് തന്നോടൊപ്പം ജോലി ചെയ്യുന്നവർക്കായി പങ്കിടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് മോഡൽ എന്ന് പറയപ്പെടും. അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ധാരാളം ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ യാത്ര ചെയ്തവർക്ക് ദ ഹോം ഡിപ്പോട്ട് എന്ന ഒരു വലിയ ഷോപ്പിനെ കുറിച്ച് ഒരുപക്ഷെ അറിവുണ്ടാകാം. ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ഫ്രാഞ്ചൈസി ഉണ്ട്, ദ ഹോം ഡിപ്പോട്ട്. ഈ ഹോം ഡിപ്പോട്ടിൻ്റെ CEO അല്ലെങ്കിൽ എൻ്റെ പ്രധാന ആൾ ആർദർ ബ്ലാങ്ക് എന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ്. ആർദർ ബ്ലാങ്ക്. ഇത് തന്നെയാണ് മനോഭാവം. പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്, കിട്ടുന്നതിൻ്റെ കൂടുതൽ കൊടുക്കുക. ട്രെഡ് കേറ്റി മറ്റൊരു മനുഷ്യനാണ്. ഡേവിഡ് ഗ്രീൻ മറ്റൊരു മനുഷ്യനാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവരെ പറ്റി അന്വേഷിക്കാനുള്ള അവസരം തരണം എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അവരിലൊക്കെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അവരിലേക്കാളൊക്കെ ഒത്തിരി പ്രാധാന്യത്തോടെ ഉയർത്ത കർത്താവിൻ്റെ സത്യത്തെ പകരുന്ന മറ്റൊരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടു. മറ്റൊരാളെപ്പറ്റി ഞാൻ വായിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ബ്ലൈക്ക് മെക്കോസ്കി എന്ന. ഈ വാക്കുകളുടെ പേരങ്ങനെയൊക്കെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഭാഷ ഞാനൊന്ന് പറയുന്നുള്ളൂ. ഈ ബ്ലാക്ക് മെക്കോസ്കിയുടെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്, അദ്ദേഹത്തിന് ഷൂ കമ്പനിയുടെ മാനേജരാണ്. ടോംസ് ഷൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര്. അദ്ദേഹത്തിൻ്റെ പോളിസി, when I sell a pair of shoe, I will share one pair to a needy. ഞാൻ ഒരു ചെരുപ്പ് ഒരാൾക്ക് വിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് ഇല്ലാത്തവന് അതിന് സമാനമായത് കൊടുക്കുമെന്ന് പറയുന്നതാണ് ബ്ലാക്ക് മെക്കോസ്കി എന്ന് പറയപ്പെടുന്നതാണ്. ഞാൻ സൂചിപ്പിച്ച ഉയർത്ത കർത്താവിനെ പലയിടത്തും കണ്ടവർ ഏറെയുണ്ട്. ആ കണ്ടവരോടൊപ്പം യാത്ര ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ നമുക്ക് ഈ യേശുവിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ കീർത്തന പുസ്തകത്തിൽ 308 ഒരു പാട്ടുണ്ട്. ആ 308 പാട്ട് ദാനധർമ്മം എന്ന തലക്കെട്ടിലാണ് അത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്ന് വായിക്കണം എന്നാണ് എൻ്റെ വിചാരം. പാടുന്നത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അതിൻ്റെ 308 ആ പുസ്തകത്തിലെ
ദാനധർമ്മ ആംസ് ഗിവിങ് എന്ന തലക്കെട്ടിൽ ഞാൻ വായിക്കുകയാണ്. നന്മയ്ക്കെല്ലാം കാരണനെ നന്ദി തിങ്ങും ചിത്തം നിൻ സ്നേഹം പ്രദർശിപ്പിക്കാൻ നന്നായി വണക്കണേ. സർവത്തിനുടയോനെ നിർവാഹമില്ലാത്തോയ് എന്ത് തരേണ്ടു നിനക്ക് സ്വന്തമില്ലല്ലൊന്നും. മുട്ടുള്ളോരാം സഹോദരനുണ്ടല്ലോ ഭൂമിയിൽ. കൃപയ്ക്ക് അംശികൾ താതൻ മുൻ ഏറ്റ നീ പറവോൻ. ഇത് ഇരുന്ന് വായിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. എങ്കിലും ഇത് മൊത്തം ദൈവപ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും അവസാനത്തെയും ചരണം ഒന്ന് പാടുമ്പോൾ നമുക്ക് അല്പം കൂടി അത് മനസ്സിലാകുമെന്ന് എൻ്റെ വിചാരം. എന്താണ് ഉയർത്ത കർത്താവിന് ലോകത്തോട് പ്രതിബദ്ധത എന്നുള്ളത്? അത് ഇംഗ്ലീഷിൽ ഫൗണ്ടൻ ഓഫ് ഗുഡ് ഇറ്റ്സ് ഓൺ ദൈ ലവ് എന്ന ഒരു തലക്കെട്ടിലാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ പാട്ടൊന്ന്, നിങ്ങൾക്ക് പരിചിതമായ ഒരു CM ട്യൂണിലാണ്. നമുക്ക് ആ 1ഉം 5ഉം അവസാനത്തെയും ഒന്ന് പാടി നോക്കാം. ലഭിച്ച നന്മകളുടെ പങ്കിടൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ വായിച്ചു കേട്ടല്ലോ യോഹന്നാൻ്റെ സുവിശേഷം. പഴയ തൊഴിലേക്ക് മടങ്ങിയ പത്രോസിൻ്റെ അടുക്കലേക്ക് യേശു വരികയാണ്. 153 മീനിൻ്റെയും കീറാത്ത വലയുടെയും സമൃദ്ധിയുണ്ട്. ഒരുപക്ഷെ അത് വേദപുസ്തകം രേഖപ്പെടുത്തുമ്പോൾ പത്രോസിനോട് പറഞ്ഞൊരു വർത്തമാനമാണ്, നീ ഈ വലിയ ശുശ്രൂഷയിൽ ഭാഗമായാൽ നിൻ്റെ വലയ്ക്കകത്ത് വിവിധ തരം 153 കയറും. അതിൽ വരാലുണ്ടാകാം, ചെമ്മീനുണ്ടാകാം, തിലോപ്പി ഉണ്ടാകാം, പലതരം മത്സ്യമുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടായാലും വല പൊട്ടിപ്പോകില്ല എന്ന ഒരു ബോധ്യം കൊടുക്കുന്നതാണ്. എങ്കിലും നമ്മൾ ഈ വിഷയവുമായി ചിന്തിക്കുമ്പോൾ 153 അനുഗ്രഹങ്ങളെ സ്വീകരിച്ചവർക്ക് ഒരുപക്ഷെ അതിനപ്പുറമായി പലതും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ്. രൂത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ വായിച്ചു കേട്ട പഴയ വേദഭാഗം. 2-ാമത്തെ അധ്യായമാണ്, പരിചിതമാണ് നമ്മുടെ ഭാഗം. സംഭവ കഥകളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. റൂത്തും നവോമിയും ബോവാസും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം വായിച്ച് മുരടിച്ച സംഭവ കഥകളാണ്. ഒരുപക്ഷെ ആ കഥ പറയുന്നത് തന്നെ തെറ്റാണെന്ന് വിചാരം. കാരണം അത്രത്തോളം ഹൃദയസ്ഥമാണ് ആ സംഭവം നമ്മുടെ ഹൃദയത്തിനകത്ത്. നല്ല ഒരു മരുമകളുടെ കഥയെന്ന് പറയാം, നല്ല ഒരു ചീഫ് ടൈം, ഒരു മുഖ്യൻ്റെ കഥയെന്ന് പറയാം, ഒരുപക്ഷെ നല്ല ഒരു അമ്മായിയമ്മയുടെ കഥയും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ റൂത്തിനെ സംബന്ധിച്ച് തൻ്റെ ആത്മീയ വരത്തിനായി കാത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വളരെ കാലം അവൾക്ക് കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഇനി ദൈവിക ആലോചനയില്ലാതെ ഈ റൂത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൾക്ക് അനുഗ്രഹം ലഭിക്കാത്തൊരു പാഠത്തേക്ക് അവൾ നയിക്കപ്പെടുമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയിൽ അവളോട് കൂടെ ഇരുന്നതുകൊണ്ടും അവൾ ഒരുപക്ഷെ ആ ദൈവത്തോട് ചേർന്ന് നടന്നതുകൊണ്ടുമാണ് ദൈവത്തിൻ്റെ അമാനുഷികമായ കൈയുടെ സ്വാഭാവികമായ ചലനം
വണ്ടർഫുൾ വേ ദറ്റ് ദ ഇൻവിസിബിൾ ഹാൻഡ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമാനുഷികമായ കൈയുടെ സ്വാഭാവികമായ ഒരു ചലനം അവൾക്ക് അനുകൂലമായത് എന്നൊക്കെ നമുക്കറിയാമെങ്കിൽ തന്നെയും ഈ സംഭവം നമുക്ക് തരുന്ന ചില ചിന്തകളുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, ഈ ദൈവവുമായുള്ള അഭിമുഖവും അവനുമായി ആഭിമുഖ്യം ചെയ്യണമെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും സാധ്യമാകും എന്ന് മാത്രമല്ല, അതിനാവശ്യമായിരിക്കുന്നത് നമ്മുടെ ഔദാര്യതയും നമ്മുടെ സൗമ്യതയും നമ്മുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അത്യുജ്വലമായ താല്പര്യവുമാണ് എന്ന് സൂചിപ്പിക്കുക. വൈധവ്യത്തിൻ്റെയും ഒരു പരദേശി എന്ന നിലയിലെ പരിമിതികളുടെയും മധ്യയാണ് റൂത്ത് എന്ന സ്ത്രീയുടെ ജീവിതം. പക്ഷെ നാം വായിക്കുന്നു, നിരാശ എന്ന വാക്ക് റൂത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന രീതിയിലാണ് ഒരു പക്ഷേ റൂത്ത് ഇടപെടുന്നത്. നിരാശയുടെ പടുകുഴിയിലാണ്. ഒരുപക്ഷെ ആ സംഭവമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആർക്ക് സാധ്യമാകും ഒരു അമ്മായിയമ്മയോട് ചേർന്ന് നിൽക്കാൻ? ഒരമ്മായിയമ്മയോട് ചേർന്ന് നിൽക്കാൻ ആർക്ക് സാധ്യമാകും? ദൈവകൃപയില്ലാത്ത ഒരമ്മായിയമ്മയോട് പോയിട്ട് ഒരമ്മയോട് പോലും ചേർന്ന് നിൽക്കാൻ കഴിയാത്ത കാലമാണ്. എന്നാൽ ഉയർത്ത കർത്താവിന് സമാനമായ കൃപയുടെ വിളനിലമായി ഒരുപക്ഷെ റൂത്തും അമ്മായിയമ്മയും മാറിയതുകൊണ്ടാണ് അവൾ പോകേണ്ട ഇടത്തേക്ക് പോയത് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ദുരിതാനുഭവത്തിൻ്റെ മധ്യത്തിലും തൻ്റെ അമ്മയുടെ മുഖത്ത് ഉയർത്ത കർത്താവിന് സമാനമായ പഴയ നിയമത്തിലൂടെ വായിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം റൂത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നുവല്ലോ, നീ എവിടെ പോയാലും ഞാൻ നിന്നോടൊപ്പമുണ്ട്, നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ മുഖത്തുകൂടി നടക്കുന്ന ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുണ്ട്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ സന്ദേശമാണ്. അതുകൊണ്ട് റൂത്തിൻ്റെ ആ ഒരു മനോഭാവം എന്ന് പറയപ്പെടുന്നത് ഉയർത്ത കർത്താവിൻ്റേതല്ല, ഉയർത്ത കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുൻപേ ലോകം തിരിച്ചറിഞ്ഞ ആ ദൈവകൃപയുടെ വലിയ ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് സ്വാംശീകരിക്കാൻ നമുക്ക് സാധ്യമാകണം. രണ്ടാമത്, റൂത്ത് കണ്ടെത്തുന്നത് ബോവാസ് എന്ന മനുഷ്യനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബോവാസ് എന്ന് പറയപ്പെടുന്നത് റൂത്തിൻ്റെ ഒരു ബന്ധു മാത്രമല്ല, താൻ ഉൾപ്പെടുന്ന കുലത്തിൻ്റെ ഒരു മുഖ്യൻ കൂടിയാണ് എന്നൊരു സൂചനയുണ്ട്. കാരണം എബ്രായ ഭാഷയിൽ ഗോയൽ എന്നൊരു വാക്കാണ് ബോവസിനെ സമാനമായി എഴുതിയിരിക്കുക, സൂചിപ്പിക്കാനായിട്ട്. ഗോയൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ചീഫ് ടൈം ഇൻ ദ ഫാമിലി അല്ലെ സൊസൈറ്റി എന്നാണ്. അപ്പോൾ വളരെ ഗൗരവമായി ദൈവകൃപയുടെ തണലിൽ ജീവിച്ച ബോവാസ് എന്ന മനുഷ്യൻ തൻ്റെ പാടത്ത് വന്ന വ്യക്തിയോട് കാട്ടുന്ന മൃദുസമീപനത്തിന് കാരണം സ്നേഹബന്ധത്തിനപ്പുറമായി ദൈവകൃപയുടെ വലിയ നിക്ഷേപം കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, നാം ഇവിടെ കാണുന്നത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിയമത്തെ അല്പം ലംഘിക്കുന്ന ഒരു ബോസിനെയാണ്. അത് ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹി വാസ് ഇൻസ്ട്രക്റ്റിംഗ് ഹിസ് വർക്കേഴ്സ് ടു ലീവ് എക്സ്ട്രാ ഗ്രെയിൻ. നമുക്കറിയാം ലേവ്യാപുസ്തകം 23:22 കാലാ പൊറുക്കരുത് എന്ന് എഴുതിയിരിക്കുന്നത്. ലേവ്യ 23:22 വയലിൻ്റെ അരികു തീർത്ത് കൊയ്യരുത് എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൻ്റെ ഒരിടത്തും ഈ കാര്യം എഴുതിയിട്ടില്ല. എന്താണെന്ന് അറിയാമോ? ലീവ് എക്സ്ട്രാ ഗ്രെയിൻ, അതായത് നിങ്ങൾ മനഃപൂർവ്വം ചില കുടഞ്ഞിടുക. അങ്ങനൊരു സ്നേഹസുവിശേഷമുണ്ട്, അറിയാമോ? മനഃപൂർവ്വം ചില കുടഞ്ഞിടുക. നമുക്ക് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ആവശ്യക്കാരൻ നമ്മൾ മനഃപൂർവ്വം ചിലത് കുടഞ്ഞിടുക. അങ്ങനെ ഒരു പഠിപ്പിക്കുന്നത്. നമ്മളങ്ങനെയല്ലല്ലോ. നമുക്ക് വേണ്ട എങ്കിലും നമ്മളെല്ലാം സമാഹരിക്കുന്നവരാണ്. ഒരു കാര്യമില്ലെങ്കിലും വേണ്ടാത്ത സമാഹരിക്കുന്നതാണ്, ഇല്ലേ? നമ്മൾ വവ്വാലിനെ പോലും വെറുതെ വിടാത്ത കക്ഷികളാണ്, ഇല്ലേ? ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വീട്ടിലെങ്ങാനും ഒരു പേരയ്ക്കോ ഒരു ചാമ്പയ്ക്കോ വന്നാൽ അതിനകത്തൊരു പേപ്പർ കെട്ടി ഒരു പ്ലാസ്റ്റിക് കെട്ടി കവർ ചെയ്ത് ശരിക്കും വെച്ചേക്കുക. നമ്മൾ മറന്നു പോകുന്നു, ഈ വവ്വാലിന് ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒന്നുമില്ല എന്നുള്ള കാര്യം മറന്നിട്ടാണ് നമ്മൾ ചെയ്യുക, ഇല്ലേ? അത്തരം മനോഭാവങ്ങളിലൊക്കെ വളരെ പരാജയത്തിൻ്റെ വഴികളിലൂടെയാണ് നമ്മൾ മറന്നു പോകുന്നത്. വയലിൻ്റെ അരികു തീർത്ത് കൊയ്യരുത് എന്ന നിയമം നിൽക്കുമ്പോൾ ഇൻ എ വേ ഹി വാസ് ബ്രേക്കിംഗ് ലോ. എന്താണ് പറഞ്ഞത്? ശിഷ്യന്മാരോട് പറയുക, അല്ലെങ്കിൽ തൻ്റെ അനുചരന്മാരോട് പറയുക, കുറച്ച് കുടഞ്ഞവിടെ ഇടുക, കുറച്ച് കുടഞ്ഞവിടെ ഇടുക. എന്തിന്? ആരോ
അതിനർഹരായവർ വരുന്നു എന്ന് പറയുമ്പോൾ ഉയർത്ത കർത്താവിന് മുമ്പേ നാം കാണുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ സ്നേഹത്തിൻ്റെ കരുതൽ ബോവസിൽ ജ്വലിക്കുകയാണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ ഒന്നാകുകയാണ്. എന്താണ്? ദൈവകൃപ ഉയർത്ത കർത്താവിന് മുൻപേ അനുഭവിച്ച ദൈവകരുണയുടെ ജീവിത ശൈലിയുള്ള റൂത്തും ആ കൃപയുടെ തണലിൽ ജീവിച്ച ബോവാസും ഒരു കളത്തിൽ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഒരു പക്ഷേ ആ എൻകൗണ്ടർ, ആ വലിയ അഭിമുഖമെന്ന് പറയപ്പെടുന്നത് ഇറ്റ് വാസ് വെരി ഈസി ടു ഐഡൻറ്റിഫൈ. അവിടെ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായി എന്നാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ എൻകൗണ്ടർ അത് പലപ്പോഴും നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലളിത പ്രവൃത്തിക്കായി ബോവസ് ആരംഭിക്കുന്ന ലളിത പ്രവൃത്തി റൂത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ഉയർത്ത കർത്താവിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുക? നമ്മൾ വായിച്ചു കേട്ട പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായമാണ് ഉപോദ്ബലകമായി എനിക്ക് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാനുള്ളത്. അത് നമ്മൾ വായിച്ചല്ലോ, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബിഥ എന്ന് പേരുള്ള ഒരു സ്ത്രീ. ആ മരണ സംഭവങ്ങളൊക്കെ നന്നായിട്ടറിയാം. അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള വാക്യമെന്ന് പറയപ്പെടുന്നത് അതിൻ്റെ 39-ാമത്തെ വാക്യമാണ്. 9:39. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു എത്തിയപ്പോൾ അവൻ അവരെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീഥ തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങൾ ഉടുപ്പുകളും കാണിച്ചും കൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. ഏറ്റവും വലിയ സോഷ്യൽ ആക്ടിവിസ്റ്റാണ് തബീഥ എന്ന് പറയപ്പെടും. ഏറ്റവും വലിയ സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. വിധവമാരുടെ നിലനിൽപ്പിനായി അവരെ ചെറുകിട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവർക്ക് ഉപജീവനം ഉണ്ടാക്കിക്കൊടുത്തൊരു സ്ത്രീരത്നമായിട്ടാണ് പറയുക. പേടമാൻ എന്ന വാക്കിന് തന്നെ അർത്ഥം കൊടുക്കുന്ന തബീഥ. ആ സ്ത്രീ മരിച്ചപ്പോൾ ഏറ്റവും വിലപിക്കുന്നത് അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള വിധവമാരാണ്. കാരണം നാളിതുവരെ ഭർത്താക്കന്മാരുടെ മരണശേഷം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും ജീവിതത്തിൻ്റെ പച്ചയ അനുഭവങ്ങളിലേക്ക് തള്ളിയിടപ്പെട്ടപ്പോൾ അവർക്കൊരു പക്ഷേ നിലനിൽപ്പിനുള്ള സത്യത്തെ കൊടുത്തത് ഈ തബിഥയാണ്. അവരെ കുട്ടിക്കുപ്പായങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തുന്നാൻ പഠിപ്പിക്കുന്ന വലിയ സംഗതിയാണ്. നമുക്കുമുണ്ടല്ലോ കോട്ടയത്ത് സ്ത്രീജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തബിഥ എന്നൊരു സ്ഥാപനം, ഈ തുന്നൽ കേന്ദ്രമാണ്. അതിൻ്റെ പിന്നാമ്പുറം ഇതാകുമ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ പോകേണ്ടതുമായിട്ടുമുണ്ട്. ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തബിഥ എന്ന് പറയപ്പെടുമ്പോൾ വിധവമാരെയും പ്രയാസപ്പെട്ടവരെയും പൂർണ്ണമായി നെഞ്ചോട് ചേർത്തവളുടെ പ്രതീകമാണ്. ആ സ്ത്രീകൾ വിലപിക്കുമ്പോൾ പത്രോസിൻ്റെ ആഗ്രഹമുണ്ട്, ഈ വിലാപം അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ പ്രിയപ്പെട്ട മക്കളുടെ വിലാപത്തിന് അർത്ഥപൂർണമായ ഒരു എന്താ പറയുക, ഒരു പ്രതികരണം ഉണ്ടാകണമെന്നുള്ളതാണ്. നമ്മൾ താഴെ വായിക്കുന്നല്ലോ, തബീഥ കണ്ണു തുറന്നു എന്ന് പറയുമ്പോൾ പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നുവെന്നും അതിന് 41-ാം വാക്യം പറയുന്നു, അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ച് വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുൻപിൽ നിർത്തി എന്നാ പറയുക. വിശുദ്ധന്മാരെയും വിധവകളെയും അവളുടെ മുൻപിൽ നിർത്തി എന്നാ പറയുക. നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സഹചരന്മാരിൽ ഉയർത്ത കർത്താവിൻ്റെ ആശയങ്ങളുടെ പിൻബലമുള്ള ദൈവിക പ്രവൃത്തി കാണാൻ കഴിയണം. തബിഥ കാട്ടിക്കൊടുത്തതാണ്, ബോവസ് കാട്ടിക്കൊടുത്തതാണ്. ഒരുപക്ഷെ യേശു തമ്പുരാൻ കടൽക്കരയിൽ വന്ന് വെളുപ്പാങ്കാലത്ത് വളരെ പ്രയാസത്തോടെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഇരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ വന്ന് അവർക്ക് ഭക്ഷണം അപ്പോൾ കഴിക്കാനുള്ളതും പിന്നീട് കഴിക്കാനുള്ളതും കൊടുത്തുകൊണ്ട് 153-ന്റെ സംഭവത്തെ വിവരിക്കുമ്പോഴും സൂചിപ്പിക്കുന്നത്, ഈ ദൈവത്തോട് അനുരൂപപ്പെട്ടാൽ, ഈ ദൈവത്തിൻ്റെ കൃപയെ സ്വാംശീകരിച്ചാൽ, അത് നുകരാനും പകരാനും കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഉയർത്ത കർത്താവിൻ്റെ സാന്നിധ്യമായി ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ്. ഉയർത്ത കർത്താവിൻ്റെ കരുണയും അവൻ്റെ സഹാനുഭൂതിയും അവൻ്റെ അത്ര ഇടപാടുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ തൊഴിലിടങ്ങളിലൊക്കെ നമ്മെ സഹായിക്കട്ടെ എന്ന് പറയുക. നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതൊന്നും പറഞ്ഞത് നമ്മുടെ കാര്യമല്ല, ബ്ലാങ്കേത്തിയുടെ കാര്യമോ അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞൊന്നും നമ്മുടെ കാര്യമല്ല. പക്ഷേ എന്താണ്
നമ്മുടെ വീട്ടിൽ തുണി അലക്കാനും, നമ്മുടെ വീട്ടിൽ തുടയ്ക്കാനും, നമ്മുടെ വീട്ടിൽ അലക്കാനും വരുന്ന സഹോദരിമാരോട് നമ്മളുടെ മനോഭാവം എന്താണ്? ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. നമ്മുടെ വീട്ടിൽ തുടയ്ക്കുവാനും, നമ്മുടെ വീട്ടിൽ പാത്രം കഴുകുവാനും, ഗതികേട് കൊണ്ട് നിൻ്റെ ഉച്ഛിഷ്ടമെടുക്കാനും വരുന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നിങ്ങൾ പലരും ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടും ഒരാൾ അങ്ങോട്ടും നോക്കിയിരിക്കുക. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, വീട്ടിൽ പണിക്ക് വരുന്നവരുള്ള മനോഭാവം എന്താണ്? അവരിൽ ഉയർത്ത കർത്താവിൻ്റെ ഭാവത്തോടുകൂടിയുള്ള ഒരു ഇടപാടിന് നമുക്ക് സാധ്യമാകുമോ? നമ്മുടെ തൊഴിലിടങ്ങളിൽ യേശുവിൻ്റെ കരുണാർദ്ധമായ ജീവിതാനുഭവത്തെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അത് പ്രവൃത്തിയായി തിരികെ കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തൊഴിലിടങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം നടത്തി പ്രചോദിപ്പിക്കുമാറാകട്ടെ. പിതാവ് ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവൻ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ.